Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈ ഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വട്ടേനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പകർച്ചവ്യാധികൾ പകരാതിരിക്കുന്നതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങൾ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി വ്യാപനം ഉണ്ടാകാനൊക്കെ ഇടയുണ്ട് എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അത് അനുഭവിച്ചു വരുന്നു, അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ഒരു ചെറിയ ശ്രദ്ധ, അപ്പോ ഇതിനും ഒരു മെത്തേഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേ, അപ്പൊ സ്കൂളുകാർക്ക് ഫ്രൈഡേ ഡ്രൈ ഡേ, പിന്നെ ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലൊക്കെ, ഞായറാഴ്ചകളിൽ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ. അപ്പൊ ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം തെരഞ്ഞെടുത്ത് അവിടെയൊക്കെ ശുചീകരണം, വെള്ളം കെട്ടി നിൽക്കുന്ന സാധ്യതകൾ ഒഴിവാക്കുക. ജില്ലയിലെ ഹൈസ്കൂളുകൾക്കിടയിൽ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും കൊതുകിന്റെ ഉറവിട നശീകരണത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗ നിയന്ത്രണ മത്സര ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കൊതുകുജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയാരോഗ്യ ദൌത്യത്തിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും കുട്ടികളിലൂടെ വീടുകളിൽ സന്ദേശം എത്തിക്കുന്നതിനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായത്തോടെയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുക. പരിപാടിയിൽ VT ബൽറാം MLA അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി പകർച്ചവ്യാധി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിൻ ലോഗോ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒറ്റപ്പാലം ഉപജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ സിജു തോമസിന് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മരിയ ജോസഫ് ക്യാമ്പയിൻ വിശദീകരണം നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ദിവ്യ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിലേഖ, വൈസ് പ്രസിഡന്റ് PV ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ അബൂബക്കർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബിന്ദു തോമസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B റിയാസ്, ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS ശ്രീകുമാർ, വട്ടേനാട് ഗവൺമെന്റ് VHSS പ്രിൻസിപ്പൽ PJ ജ്യോതി, പട്ടിത്തറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ഹംസ, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് PS ഉഷ, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ S സയന, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് ഹബീബ് റഹ്മാൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് K അബ്ദുൾ മജീദ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PP രജിത, ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.